ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5 വർഷത്തോളം കുട്ടികളൊന്നുമില്ലായിരുന്നു. പിന്നീട് 5 വർഷം കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം മിസ്കാരേജ് ആയിരുന്നു. പിന്നീട് ഒരു പല പല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ പാപ്പഞ്ച് ഡോക്ടറെ ഒരാൾ പറഞ്ഞതിനെ കണ്ടു. അപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ നോക്കി ആ അസുഖം കണ്ടുപിടിച്ചു. അത് സിസ്റ്റായിരുന്നു അകത്ത്. പക്ഷേ അത് ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് അത് മാറ്റി. പക്ഷേ ഈ അസുഖം പല പല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആരും അത് കണ്ടുപിടിച്ചില്ലായിരുന്നു. 3 പ്രാവശ്യം ഓക്കെ നിങ്ങൾക്ക് ആവുന്നു അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് ഡോക്ടറാണ് കണ്ടുപിടിച്ചത് ഈ അസുഖം. ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് അത് റിമൂവ് ചെയ്ത് ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് മെഡിക്കേഷൻ എല്ലാം തന്നു. കറക്റ്റായിട്ട് കൺസീവ് ചെയ്യുമെന്ന് പറഞ്ഞു. കറക്റ്റ് 1 ഇയർ കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി. പിന്നീടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ഇവിടെ തന്നെ. നമുക്ക് ലൈഫ് തിരക്കല്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും ദുബൈ വർക്ക് ചെയ്യുന്നത്, പുള്ളിക്കാരിയും വർക്ക് ചെയ്യുന്നത് ദുബൈയിലാണ്. അപ്പോൾ നമുക്ക് ഒന്നിനും ടൈം കിട്ടുന്നത്. ഞങ്ങളുടെയൊക്കെയാണ് ഒരു മാസത്തിലാണ് ലീവിൽ വരുന്നത്. അപ്പോൾ 1 മാസത്തിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് ഡിസിഷൻ എടുത്തു. ഡോക്ടർ ചെയ്തു, നമ്മൾ സക്സസ് ആയി. അത്ര മോളുണ്ട്. ഇപ്പം അതിനുശേഷം ഇപ്പോൾ 10 വർഷമായി. ഇപ്പോഴാണ് ഒരു അസുഖം ഉണ്ടാകുന്നത്. ഒരു ഇതാണ് അഡിനോയിഡായിട്ട്. അതും ഞങ്ങൾ വിളിച്ചു ഇവിടെ കാണിക്കാം. ഇപ്പം മോളുടെ ബുക്കിലാണെങ്കിൽ ഇപ്പം ബേബി അഞ്ചിൽ പേര് കിടക്കുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ടേ ഇല്ല. ഇന്നും മാറ്റി മാറ്റി. അതൊന്നും നമ്മള് പിന്നെ സാറിനെ ഒന്ന് കാണാം, കാണുകയും ചെയ്യാം. ഡോക്ടറെ കണ്ടു അനുഗ്രഹിച്ചു. ഈശ്വര തുല്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുട്ടികളാകത്തില്ല. നമുക്ക് എന്നറിയാമായിരുന്നു. സാറിനെ ഒന്ന് കണ്ട് ആ ഒരു സജഷൻ എടുത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു കുഞ്ഞ് വന്നത്. അപ്പൊ അത് മറക്കാനാവാത്ത കുറച്ച് നിമിഷങ്ങൾ കുറെ ഉണ്ട് അങ്ങനെ. അപ്പൊ ഇനി എൻ്റെ അറിവിൽ ഒരുപാട് പേരെ സജസ്റ്റ് ചെയ്യാറുണ്ട് സാറിനെ ഒന്ന് കാണാനാ പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കാലം വളരെ മികച്ച ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.